നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ ഇന്ന് കിരണിന്റെയും കല്യാണിന്റെയും കഥയൊന്നും ചാനലിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാവേ. അങ്ങനെ നാളെ നമ്മൾ കാണുന്നത് കിരൺ വീട്ടിലേക്ക് വരേണ്ട സമയത്ത് കല്യാണി ഉണ്ടായിരുന്നു. പിന്നീട് കല്യാണിന്റെ കയ്യിലേക്ക് തേനൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ കല്യാണി ഇതെവിടുന്ന കിരണേട്ടാന്ന് ചോദിക്കുക. അതെ, ഇന്ന് വഴിയിൽ നിന്ന് മേടിച്ച കാട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വനവാസികൾ തേനൊക്കെ ആയിട്ട് റോഡ് സൈഡിൽ വന്ന് നിൽക്കും. അങ്ങനെ ഒരാൾ വാങ്ങിച്ചാന്ന് പറയണം. അല്ല, ഇത് നല്ലതാണോ? ഉറപ്പായിട്ടും വാങ്ങിക്കാം. കാരണം രതീഷിന് അറിയാവുന്ന ഒരാളായിരുന്നു. രതീഷിന് അറിയാവുന്നോ? അതെ, രതീഷിന് അറിയാവുന്ന ഒരാളായിരുന്നു വന്നത്. അയാളോടാണ് ഇത് വാങ്ങിയത്. വേലൂന്ന് അയാളുടെ പേരെന്ന് പറയണ. ആഹാ, കൊള്ളാലോ. പിന്നെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അയാൾ താമസിക്കുന്ന എവിടെയെന്നറിയോ? ഞാൻ ആ ഗംഗാപ്രസാദിനെ തല്ലിയില്ലേ, തല്ലി ചതച്ചിട്ടില്ലേ, ആ സ്ഥലത്താണ്, ആ ഭാഗത്താണ് അവൻ താമസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗംഗാപ്രസാദിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ മേലായിരുന്നോ? ഞങ്ങളപ്പം തന്നെ ഗംഗാപ്രസാദിന്റെ ഒരു ഫോട്ടോ എടുത്ത് അവനെ കാണിച്ചു. അവനോട് അറിയാവുന്ന ചോദിച്ചപ്പോൾ അവൻ ഇല്ലാന്നാ പറഞ്ഞേ. അവന്റെ കൂടെ വന്നൊരു സെൽഫി എടുത്തിട്ടുണ്ട്. അതും പറഞ്ഞിട്ട് എന്ത് ചെയ്തു, വേലുവിന്റെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഇതാവനെന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ കല്യാണി പറഞ്ഞു, ഒരു പക്ഷേങ്കില് ഇയാൾക്ക് അറിയത്തില്ലാത്താണെങ്കിലോ? അങ്ങനെ എന്തേലും ഗംഗാപ്രസാദ് അവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇവനൊന്നും അറിയാതിരിക്കില്ല എന്ന് പറയാ. ഇനിയിപ്പോ അവന്റെ ബോഡി കിട്ടാത്തോണ്ട് നിങ്ങൾക്കൊരു സംശയം അല്ലേ ഉള്ളത്? അത് സാരമില്ല, സംശയമൊക്കെ നമുക്ക് മാറ്റാവുന്നുള്ളൂ. ഇനിയിപ്പോ വേണമെങ്കിൽ നമുക്ക് ഇവനെ പരിചയമുള്ളതുകൊണ്ട്, രതീഷിന് പരിചയമുള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ അവിടേക്ക് ഒന്ന് പോയി നോക്കാന്ന് പറയണം. കല്യാണി പറഞ്ഞു, അല്ല കിരണേട്ടൻ ഇത്ര ഉറപ്പിച്ച് പറയുമ്പം പിന്നെ ഞാൻ എന്ത് പറയാനാ? ഞാൻ പറഞ്ഞല്ലോ കല്യാണി, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പൊ അവൻ ഇങ്ങോട്ടേക്കൊന്നും വരാൻ പോകുന്നില്ല. അവൻ തീർന്നു തന്നെയാ. വരാനാണെങ്കിൽ അവൻ പണ്ടേ വന്നേനെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് വേലു തേനൊക്കെ വിറ്റിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. അപ്പൊ വീട്ടിലേക്ക് പോണ സമയത്ത് അവന്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ട്. ഈ പറയുന്ന വിനായകനെ ഒതുക്കാൻ പറ്റിയ സമയമാണ്. അവന്റെ ശല്യം തീർക്കണമെങ്കിൽ ആ രതീഷേനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തീരും. അവനെയാണ് അന്വേഷിച്ച് വന്നിരിക്കുന്നത്. ഒരു പക്ഷെ അവൻ അത്ര നല്ലവനായിരിക്കില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ അവരൊക്കെ അന്വേഷിച്ചേ. അവൻ എന്തോ തരികട സ്വഭാവമുണ്ട്. പക്ഷെ അതൊന്നും അവലു മനസ്സിലാക്കുന്നില്ല. എങ്ങനെയെങ്കിലും അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതാണെങ്കിൽ അവൾക്കൊട്ടും വിശ്വാസം ആവുന്നില്ല. അതൊക്കെ ഓർത്ത് വല്ലാത്ത ടെൻഷനോട് കൂടിയിട്ട് വേലും അമലുവിന്റെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ അമലുവിനോട് സംസാരിക്കുന്ന സമയത്ത് അമലുവിനോട് പറഞ്ഞു, അമലു, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അവനുണ്ടല്ലോ, ആ വിനായകൻ, അവനാള് ശരിയല്ലെന്ന് പറയണം. എന്തൊക്കെയാ വേലൂട്ടാ പറയണേ? ഞാൻ പറഞ്ഞ സത്യം. ഇതേ വേലുവേട്ടന് അസൂയ. എന്തിന്? ഞാൻ എന്തിനാ അസൂയപ്പെടുന്ന അവനോട്? നാടിറങ്ങി വന്ന ആൾക്കാരെ കുറിച്ച് നിനക്കറിയാലോ. അവര് നിന്നെ പറ്റിച്ചിട്ട് പോകത്തുള്ളൂ. വെറുതെ നീ അവനെ സ്നേഹിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കേട്ടതും അമല് പറഞ്ഞു, ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ അച്ഛനും അമ്മയൊക്കെ വേലിച്ചേട്ടൻ എന്നെ കെട്ടിച്ചേരാന്ന് പറഞ്ഞോണ്ടേ ഇത്ര വലിയ ആള് കളിക്കൊന്നും വേണ്ട. ഞാൻ നിങ്ങളുടെ ഭാര്യയൊന്നും ആയിട്ടില്ലല്ലോ. എനിക്ക് എന്താണെങ്കിലും വേലിച്ചേട്ടനെ ഇഷ്ടമില്ല. വേലിച്ചേട്ടന് ഇത് കാട്ടുമൃഗങ്ങളുടെ സ്വഭാവ. പക്ഷെ വിനായൻ ചേട്ടൻ അങ്ങനെയല്ല. എത്ര സ്നേഹത്തോടു കൂടിയിട്ടാ എന്നെ കരുതുന്നേ. കാരണം എന്നെ ചേർത്ത് പിടിക്കുന്നേ. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഇതൊരുമാതിരി കാട്ടാള സ്വഭാവമായിട്ട് ഇങ്ങനെ നിൽക്കും വേലിച്ചേട്ടൻ. അത് കേട്ടതും വേലിന് സങ്കടമായി. അവളുടെ വിചാരം മിന്നുന്നതെല്ലാം പൊന്നാന്നാ. വിനായകൻ ആരാ എന്താന്നും അവൾക്കറിയത്തില്ല. പിന്നീട് അവൾ പറഞ്ഞു, പാവം, സംസാരിക്കാൻ പോലും പറ്റില്ല വിനായൻ ചേട്ടന്. ആ സംസാരശേഷിയില്ലാത്ത മിണ്ടാപ്രാണിയെ കുറിച്ച് എങ്ങനെ പറയണമെന്നൊക്കെ ഓർക്കണം. ദൈവഭാവം കിട്ടും. അത് കേട്ടപ്പോ വേലു പറഞ്ഞു, ഒരു കാര്യം എനിക്ക് ഉറപ്പാ. അവൻ എന്താളും പക്ക ഫ്രോഡാന്നുള്ള കാര്യം എനിക്കറിയാം. അവൻ എന്താളും നല്ലവനൊന്നും അല്ല അമലോ. നീ ഒന്ന് സൂക്ഷിച്ചോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം എന്താ വെച്ചാൽ അത് തന്നെ നടക്കട്ടെ. നാളെ കരഞ്ഞോണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. അവന് ഒരു കൊള്ളരുതാത്തവനാണെങ്കിൽ അവന് ഉള്ള ശിക്ഷ ഇതേ കിട്ടിക്കോളും. കരിങ്കാളി അവനുള്ള ശിക്ഷ കൊടുത്തോളും. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം. അപ്പോഴേക്കും അമല് വെല്ലുവിളിക്കുന്ന പോലെ പറഞ്ഞു, എന്നാ നമുക്ക് കാണാം. ആരാ നല്ലവന് ആരാ ചീത്തെന്നൊക്കെ നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് അമലും അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് ഭയങ്കര ടെൻഷനായിപ്പോയി വേലുവിന്. താൻ പറയുന്ന ഇവരാരും വിശ്വസിക്കുന്നില്ലല്ലോ. ഒരു നിവൃത്തിയില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ രതീഷേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം. ഇവനിവിടെ ഉണ്ടെന്നുള്ള കാര്യം. അവര് വന്ന് എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു വേലുവിന്റെ മനസ്സിലുണ്ടായിരുന്നേ. ആ സമയത്ത് അമലു നേരെ ഗംഗാപ്രസാദിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ആ വേലു ഉണ്ടല്ലോ, അവനെ കൊണ്ട് എനിക്ക് ഭയങ്കര ശല്യമായിട്ടിരിക്കുക. ഞാൻ വിനായൻ ചേട്ടൻ്റെ അടുത്തൊന്ന് സംസാരിക്കുന്നേ ശുശ്രൂഷിക്കുന്നൊന്നും അവന് ഇഷ്ടപ്പെടുന്നില്ല. അവന്റെ വിചാരം ഞാൻ അവന്റെ ഭാര്യ എന്നാ. ഇപ്പോഴും അവന് ഭയങ്കര സംശയം. അത് മാത്രമല്ല, അവന്റെ ഭാര്യ എന്ന് കരുതിയിട്ട് അവൻ എന്നെ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനായിട്ട് നോക്കുന്നുണ്ട്. വിനായൻ ചേട്ടൻ്റെ അടുത്ത് വരല്, സംസാരിക്കരുത്, കയ്യെ പിടിക്കരുത്, കാലെ പിടിക്കരുത്, മരുന്ന് പുരട്ടില്ലെന്നൊക്കെ. പക്ഷെ നമ്മൾ തമ്മിലുള്ള ബന്ധം നമുക്കല്ലേ അറിയത്തുള്ളൂ. എന്നെ ചതിച്ചിട്ട് പോവാം. അവൻ പറയുന്നത് എന്താണെന്നറിയാവോ?
എന്നെ ചതിച്ചിട്ട് വിനായകൻ ചേട്ടൻ നാട്ടിലേക്ക് ഇറങ്ങി പോകുന്ന എന്നെ ഉപേക്ഷിക്കുമെന്നൊക്കെ പറയണേ. അത് കേട്ട ഇങ്ങനെ വിനായകനായിട്ട് അഭിനയിച്ചുകൊണ്ട് ഗംഗാപ്രസാദ് പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയണം. അത് പിന്നെ എനിക്കറിയത്തില്ലോ, എനിക്കറിയാവുന്ന കാര്യമാണ്. കാരണം സംസാരിക്കാൻ പോലും പറ്റാത്ത വിനായകൻ ചേട്ടൻ ഒരിക്കലും എന്നെ കൈവിടില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നമ്മൾ നാടിറങ്ങുമ്പോൾ സമയത്ത്, അല്ല നാട്ടിലേക്ക് കയറുന്ന സമയത്ത് വിനായകൻ ചേട്ടന് സംസാരശേഷി ഈ അമല് തന്നിരിക്കും, ഉറപ്പാ. ഇപ്പോൾ ഉള്ള പച്ചില മരുന്നുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ സംസാരശേഷി തിരികെ കിട്ടും. അങ്ങനെ കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും ഗംഗാപ്രസാദ് അമലുവിനെ ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ അമലുവിന് ഭയങ്കര സന്തോഷമായി. കാരണം വേലുവിൽ നിന്ന് കിട്ടാത്ത സ്നേഹം വിനായകനിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇന്ന് വരെ വേലു അങ്ങനെ ചെയ്തിട്ടില്ല, ചേർത്ത് പിടിക്കുവോ അടുത്താത്ത ഒരു കാര്യങ്ങളും വേലു ചെയ്തിട്ടില്ല. അപ്പൊ അവള് വിചാരിച്ചുകൊണ്ടിരിക്കണേ അതൊക്കെ വേലുവിന്റെ കഴിവുകേട് കൊണ്ടാ, അല്ലെങ്കിൽ വേലുവിന് മൃഗങ്ങളുടെ സ്വഭാവം അങ്ങനെയൊന്നും സ്നേഹത്തോടെ പെരുമാറാൻ അറിയത്തില്ല എന്നൊക്കെ ഓർത്തണ്ട. പക്ഷെ വേലു അതുകൊണ്ടായിരുന്നില്ല. വേലു നല്ലവനായിരുന്നു. കാട്ടിൽ വസിക്കുന്നവനാണെങ്കിലും നല്ല സ്വഭാവമായിരുന്നു അവന്. അങ്ങനെയൊന്നും പെണ്ണോട് ചെയ്തുകൂടാ കല്യാണത്തിന് മുമ്പ് അവൻ അറിയാവുന്നതുകൊണ്ടാണ് അവൻ അങ്ങനെയൊന്നും ചെയ്യായിരുന്നേ. പക്ഷേങ്കില് ഈ പറയുന്ന ഗംഗാപ്രസാദ് എല്ലാ കള്ളത്തരങ്ങളും ചതിയും പഠിച്ചവനാണല്ലോ. എങ്ങനെയെങ്കിലും ഇവളെ കയ്യിലെടുത്താൽ മാത്രമേ തനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഗംഗാപ്രസാദിന് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ അവളെ കയ്യിലെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്ത് ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് പ്രകാശം വരുവാണ്. അങ്ങനെ വന്ന് ലക്ഷ്മിയമ്മയും കാർത്തികയും പ്രകാശനും സംസാരിക്കുന്ന സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു, എനിക്ക് ഇപ്പോഴും നല്ല സംശയമുണ്ട് പ്രകാശേട്ടാ, ഒരു പക്ഷെ ആ ഗംഗാപ്രസാദ് ജീവിച്ചിരിപ്പുണ്ടോന്ന്. അവന്റെ സ്വഭാവം ആയതുകൊണ്ട് നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. പക്ഷെ എങ്കില് കിരൺമോൻ പറയുന്നേ അവനെ തീർത്തു, അവനിനി ഒരിക്കലും വരില്ല. അവന് മൃഗങ്ങൾ ഭക്ഷിച്ചെന്ന അവന്റെ ബോഡി കിട്ടാത്തടത്തോളം കാലം ഞാൻ അത് വിശ്വസിക്കില്ല. അവന്റെ ബോഡി കിട്ടി അത് മറവ് ചെയ്താൽ മാത്രമേ അവൻ മരിച്ചെന്ന് ഞാൻ കൂട്ടുള്ളൂ. അല്ലാത്ത കാലത്തോളം ഞാൻ ഒരിക്കലും അത് അംഗീകരിക്കില്ല എന്ന് പറയാണ്. കാർത്തി പറഞ്ഞു, എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അവൻ ഇങ്ങോട്ടേക്ക് വരാത്തടത്തോളം കാലം ഇനിയിപ്പം അവനെ പേടിക്കണമെന്ന് എനിക്ക് തോന്നേ. അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനെ നമുക്ക് പിടികൂടാൻ പറ്റും. അതേ കാലം ഒന്നും കാത്തിരിക്കേണ്ടി വരത്തില്ല. ഒരു പക്ഷേങ്കില് കാർത്തിമോളുടെ കല്യാണം ലക്ഷ്യം വെച്ചായിരിക്കും അവന് കാത്തിരിക്കുന്നെങ്കിലോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് വരാനുള്ള അത്രയും ഇടിയും കാര്യങ്ങളൊക്കെ എടുത്ത് കൊക്കേന്ന് വലിച്ചെറിഞ്ഞാലേ അപ്പോൾ അവന് ജീവനുണ്ടെ പോലും അവന് ആ അപകടനില തരണം ചെയ്യേണ്ട കുറേ സമയം എടുക്കില്ലേ. അതുകൊണ്ടാണോ വരാത്തതെന്ന് അറിയത്തില്ല. അങ്ങനെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും മോളുടെ കല്യാണത്തോടനുബന്ധിച്ചായിരിക്കും വരാൻ പോകുന്നത്. ഇനി അവൻ മരിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. ഇത് ഞാൻ തരുന്ന വാക്കാ, നിങ്ങൾ പേടിക്കാതിരിക്കുക. അവൻ വന്നാലും ഇനി അവന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അവനെ തീർത്ത് കളഞ്ഞിരിക്കും. മുമ്പത്തെ പോലെയൊന്നും അല്ല, ഞാനൊരു കൊക്കയിലേക്കും വലിച്ചെറിയത്തില്ല. അവനെ തീർത്ത് ഞാൻ കൊന്നു കുഴിച്ചു മൂടത്തുള്ളൂ എന്ന് പറയണം. അതിന്റെ പേര് ജയിലിൽ കിടക്കാനും എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. ഇതേ സമയം രാഹുലും വിക്രമും കൂടെ സംസാരിക്കുന്ന സമയത്ത് രാഹുൽ പറഞ്ഞു, അവൻ വന്നിട്ടുണ്ട് ആ മനോഹർ. പക്ഷെ അവനിപ്പോ ഭയങ്കര പ്രൊട്ടക്ഷനാ. എനിക്ക് അവന്റെ അടുത്തേക്ക് എന്നിട്ട് അവനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയണം. അത് കേട്ടതും വിക്രം പറഞ്ഞു, ഇപ്പൊ തൽക്കാലത്തേക്ക് എന്താണ് രാഹുലങ്ങൾ അതിന് മുതിരാതിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇവിടുന്ന് പോകേണ്ടതായിട്ട് വരും. ഉടനെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ജയിലിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് ശരിയാടാ. പക്ഷെ എനിക്ക് അവനെ വെറുതെ വിടാൻ പറ്റുമോ? എനിക്ക് അവനെ തീർക്കണം. തീർത്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇവിടുന്ന് എവിടേക്ക് പോയാലും കുഴപ്പമില്ല. എൻ്റെ മോൾക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, എനിക്കത് നടപ്പാക്കിയാൽ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, ചേട്ടൻ പേടിക്കണ്ട. ആ അവളുണ്ടല്ലോ കല്യാണിന്റെ കാര്യത്തിലും കാർത്തികയുടെ കാര്യത്തിലും ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അവർ രണ്ടുപേരെ ഞാൻ തീർക്കും. പിന്നെ എൻ്റെ ഗംഗേണ്ണ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതികാരം കൂടെ ചെയ്തിട്ട് പരോളിന് ഇറങ്ങിയതിന് ശേഷം ഞാനും കൂടി കയറാൻ പോകുന്നുള്ളൂ. അപ്പോഴേക്ക് രാഹുൽ പറഞ്ഞു, എടാ അത് മാത്രമല്ല, ആ മനോഹറിനെ തീർക്കണം. എൻ്റെ ലക്ഷ്യം അതാന്ന് നിനക്കറിയാലോ. അതിനു വേണ്ടി ഞാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സാധിച്ചില്ലെങ്കിൽ നിന്നെ കൊണ്ടെങ്കിലും അതിന് സാധിക്കണം. നീ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ വിക്രത്തോട് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഇനിയിപ്പം വേലു വിളിച്ചു പറയുമോന്ന് അറിയത്തില്ല രതീഷിനോട് ഗംഗാപ്രസാദ് അവിടെ ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിരൺ ചെല്ലും, അവനെ പൊക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.